ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ അവന്തികയോട് പറയുകയാണ്, ഞാനേ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം എത്രയാണെന്ന് നിന്നെ ഞാൻ അറിയിച്ചിരിക്കും. നീ കുറെ സുഖിച്ചതല്ലേ, ഇനി നീ കുറച്ച് കഷ്ടപ്പെടാൻ നോക്ക്. എന്റെ അനുവാദമില്ലാതെ നീ ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകാനേ പോകുന്നില്ലെന്നും നന്ദൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ കിടക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അനഘയും മീരയുമാണ്. എന്താണെങ്കിലും ഇന്ന് നിനക്ക് കിട്ടാനുള്ളതൊക്കെ ഇപ്പൊ കിട്ടിയല്ലോ, ഇനി കിടന്നുറങ്ങാൻ നോക്കാൻ അനഘയോട് മീര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സച്ചി അർച്ചനയോട് പറയുകയാണ്, ഏട്ടൻ വന്നതറിഞ്ഞിട്ടേ ഓഫീസിൽ നിന്ന് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാ, ഏട്ടൻ എപ്പോ എത്തുമെന്ന് ചോദിച്ചുകൊണ്ട്. ഇത്രയും നാളും ബോസിനെ കാണാതിരുന്നതല്ലേ, ആ സന്തോഷത്തിൽ വിളിക്കുന്നതായിരിക്കുമെന്ന് അർച്ചന പറയുന്നു. ബെസ്റ്റ്, ഇത് അതൊന്നുമല്ല കാര്യങ്ങള്. ഏട്ടനുണ്ടായിരുന്നപ്പോൾ ഉള്ള സ്റ്റാഫുകളൊന്നും ഇപ്പൊ ഇല്ല, വളരെ കുറച്ചു പേര് മാത്രമാ ഉള്ളത്. അവരെ ഏട്ടനെ പേടിച്ചിട്ടാ വിളിക്കുന്നത്. നന്ദേട്ടനെ ഓഫീസിൽ എല്ലാവരെയും പൊളിച്ചെടുക്കുന്ന ആളായിരുന്നു. അത്രയ്ക്ക് ചൂടനാണോ നന്ദേട്ടനെന്ന് അർച്ചന ചോദിക്കുമ്പോൾ പുറമേ കാണുന്ന ആളല്ലെന്നും ഭീകരനാണെന്നും സച്ചി പറയുന്നു. ആ ശരിയെന്ന് പറഞ്ഞ് അർച്ചന തിരിഞ്ഞു കിടക്കാനൊരുങ്ങുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല മേഡത്തിന് എന്താ ഉദ്ദേശം? ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഞാനിവിടെ ഉണർന്നിരിക്കുമ്പോഴോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എന്നാ സച്ചിയേട്ടൻ ഉറങ്ങിക്കോ. തുടർന്ന് സച്ചി അർച്ചനയെ എഴുന്നേപ്പിച്ചിരുത്തുകയാണ്. നമുക്ക് ഇന്ന് വെളുക്കുന്നവരെ ഇരുന്ന് കാര്യങ്ങൾ പറയാമെന്ന് സച്ചി പറയുമ്പോൾ, വെളുക്കുന്നവരെ ഇരുന്ന് എന്ത് കാര്യങ്ങൾ പറയാനാണെന്ന് അർച്ചന ചോദിക്കുന്നു. അതെ, നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആകാം. അങ്ങനെ അർച്ചന എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സച്ചിയും പിന്നാലെ പോകുന്നു. എനിക്കറിയാം സച്ചിയേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ ഇന്ന് സന്തോഷമാണെന്ന്. അതിൻ്റെ കാരണക്കാരിയായ എനിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നന്ദേട്ടൻ വന്നതിനേക്കാളും സന്തോഷം എനിക്ക് എപ്പോഴാ കിട്ടിയതെന്നറിയാമോ? അച്ഛൻ എന്നോട് പിണക്കങ്ങളെല്ലാം മാറ്റി സംസാരിച്ചു തുടങ്ങിയപ്പോൾ. അച്ഛൻ എന്നിൽ നിന്നും അകന്നു നിന്നിട്ട് ഇപ്പോൾ സംസാരിച്ചത് കൊണ്ടാകാം എനിക്ക് അത്രയ്ക്കും സന്തോഷം തോന്നുന്നത്. തുടർന്ന് സച്ചി പറയുകയാണ്, എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമായെന്ന് പറയുന്നതേ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇനിയും ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. എപ്പോഴാണെന്നറിയാമോ തനിക്ക്? സന്ദീപിനും ആതിരയ്ക്കും എനിക്കും തനിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ. അല്ല, തനിക്ക് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഈ നിൽക്കുന്ന ആള് തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം. ഇത് കേൾക്കുന്ന സച്ചി സന്തോഷത്തോടെ അർച്ചനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എനിക്ക് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമായതെന്ന് അർച്ചനയും പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന അനഘയാണ്. അതേസമയം മീര അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കുകയാണ്, നീ വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഞാൻ പാട്ട് കേൾക്കുകയാ. എന്നാലേ പാട്ടൊക്കെ പിന്നെ കേൾക്കാം, നീ ഒന്ന് വന്ന് എന്നെ സഹായിച്ചേ. പിന്നെ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമേ അല്ലെന്ന് അനഘ പറയുമ്പോൾ, എന്നാ പിന്നെ അടുപ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാമെന്ന് മീര പറയുന്നു. തുടർന്ന് അനഘയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് അനഘയും കൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് മീര. തുടർന്ന് അനഘയെ കൊണ്ട് തേങ്ങ ചിരണ്ടിക്കുകയാണ് മീര. തുടർന്ന് അനഘ തേങ്ങ ചിരണ്ടുന്ന കണ്ടിട്ട് മീര പറയുകയാണ്, നീ ഇങ്ങനെ ചിരണ്ടുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആരും ഒന്നും കഴിക്കില്ല. മാറ്, ഞാൻ ചിരണ്ടാം. നീ ഒരു കാര്യം ചെയ്, ഈ പച്ചക്കറിയെല്ലാം അങ്ങ് മുറിച്ചെടുക്ക്. എല്ലാം പഠിച്ച് വലിയ പാചകക്കാരിയാകുമ്പോഴേ ഈ മീരേച്ചിയെ മറക്കല്ലേ. നീ ഒരു കാര്യം ചെയ്, ആ കറിക്ക് ഉപ്പും മുളകും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് മീര ഗ്യാസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അനഘ. തുടർന്ന് ചൂടുപാത്രം കൈകൊണ്ടെടുക്കുമ്പോൾ അനഘയുടെ കൈ പൊള്ളുന്നു. പെട്ടെന്ന് അനഘയുടെ കയ്യിൽ നിന്നും അടപ്പ് തെറിച്ചു പോവുകയും അവന്തിക അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. കണ്ടില്ലേ ചേച്ചി, ഇവരെന്നെ ഇവിടിട്ട് ടോർച്ചർ ചെയ്യുകയാ. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, ചൂടുപാത്രത്തിൽ ആരെങ്കിലും തുണിയില്ലാതെ കൈ കൊണ്ട് പിടിക്കുമോ? ഇതുപോലും അറിയില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ അനഘേ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഇവളെ ശല്യം ചെയ്യരുതെന്ന്. അനഘയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അനഘയുടെ ചേച്ചി അവന്തികയുണ്ട് ഇവിടെ. ഗർഭ ശുശ്രൂഷയ്ക്ക് വന്നതാണെങ്കിൽ നീ അത് തന്നെ ചെയ്താൽ മതി, അല്ലാതെ അവളെ പോലെ ഇവിടെ കിടന്ന് കൂടുതൽ നെഗളിക്കേണ്ട ആവശ്യമില്ല. നെഗളിച്ചാലേ ഈ വീട്ടിലെന്നല്ല ഈ വീടിന്റെ പരിസരത്ത് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കിയെടുക്കും. എനിക്കറിയാം നിനക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ തോന്നുന്നുണ്ടെന്നും നീ പറയാത്തത് എന്താണെന്നും. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്, എനിക്കത് വലുതും നിനക്കത് ചെറുതുമാണ്. ഒരു 9 ലക്ഷത്തിന്റെ. ഇത് കേൾക്കുന്ന മീര ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. ആദ്യം അതിന്റെ മുതലും പലിശയും നീ കൊണ്ട് എന്റെ മുന്നിൽ വെക്ക്, എന്നിട്ട് മതി നെല്ലിശ്ശേരിയിൽ ഭരണം നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാലേ ഈ നിൽക്കുന്ന എന്റെ അനിയത്തിക്കും നീ കടക്കാരി തന്നെയാ, അപ്പോ അത് മനസ്സിലാക്കി വേണം അവളോടും പെരുമാറാൻ. തുടർന്ന് അവന്തികയും അനഘയും ചേർന്ന് മീരയെ അപമാനിക്കുകയാണ്. തുടർന്ന് അവരവിടുന്ന് പോകുമ്പോൾ മീര കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് അർച്ചന അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന അവന്തികയോട് അർച്ചന ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? അവന്തിക ചോദിക്കുമ്പോ എനിക്കല്ല നന്ദേട്ടനാ പ്രശ്നമെന്ന് അർച്ചന പറയുന്നു. നന്ദേട്ടന്റെ അനുവാദമില്ലാതെ എവിടേക്കും പോകരുതെന്ന് നന്ദേട്ടൻ പറഞ്ഞതല്ലേ? ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോ അർച്ചന ചോദിക്കുകയാണ്, ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നല്ലേ നിങ്ങളിപ്പോ ആലോചിക്കുന്നത്? നിന്നോട് സംസാരിക്കാനൊന്നും ഞാനില്ല. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാ. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അവന്തിക പോകാനായി തിരിയുമ്പോ അവന്തികയുടെ മുന്നിൽ കയറി നിൽക്കുകയാണ് അർച്ചന. അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന്തികയെ തടഞ്ഞു നിർത്തുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.